this is the complete അപ്പോൾ പ്രാണി പെറ്റ് സാഞ്ചുറിയിലെ വിസിറ്റ് ഒക്കെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ മാംഗോ ബീച്ച് റിസോർട്ടിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം തിരക്കേടില്ലാത്ത റിസോർട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും. കുറച്ച് ഔട്ട്ഡോർ ആക്ടിവിറ്റീസും ഇൻഡോർ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടെ. അവിടെ പോയിട്ട് കൂടുതൽ വിശേഷങ്ങൾ കാണിക്കാം. ഞാൻ നവീൻ, ടിൻഡ് ആൻഡ് ട്രാവൽ മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മാംഗോ മിസ്റ്റ് റിസോർട്ടിലെത്തി. റിസപ്ഷനിൽ പോയി ചെക്ക് ഇൻ ചെയ്യണം. പോയി നോക്കാം എന്തൊക്കെയാണ് സ്ഥിതി. ഓക്കെ, റിസപ്ഷൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കാറ് പാർക്ക് ചെയ്തിട്ട് റിസപ്ഷൻ ഇവിടെ തോന്നുന്നു. Mr. Naveen Narayan. Yes. Ma'am, sir. Please in WhatsApp, sir. Yeah. Our managers are there in the WhatsApp group. If you have any requirements, please give a message in that group. Our concerned team will take care of you. And the food menu also we will post in that group. സോ ഈ ബാക്കിൽ കാണുന്ന ഇതാണ് റിസപ്ഷൻ. പ്രത്യേക മോഡലിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങളിപ്പം ചെക്ക് ഇൻ കഴിഞ്ഞു. ഇനി ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമ്മളെ ലഗേജസൊക്കെ കോട്ടേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഒന്ന് റിഫ്രഷായി ലഞ്ചിലേക്ക് പോകും. സോ ക്ഷമ്യത, ചെക്ക് ഇൻ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു. നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവുകയാണ് ലഗേജസൊക്കെ എടുക്കാൻ വേണ്ടി. ലഗേജസൊക്കെ എടുത്ത് നമ്മളിപ്പം നമ്മളെ കോട്ടേജിലേക്ക് പോകും. അവിടെ എത്തിയിട്ട് ഞാൻ കോട്ടേജിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. കുറേ ദൂരം ഉണ്ടല്ലോ. ഇപ്പോൾ എവിടെയാണ്? കുറേ ദൂരം തോന്നുന്നു. എവിടെയാണെന്ന് അറിയില്ല. പക്ഷേ അന്തരീക്ഷമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അടിപൊളി സറൗണ്ടിങ്സ് ആണ്. കംപ്ലീറ്റ് മാവുകളാണ് ഇവിടെ ഉള്ളത്. കംപ്ലീറ്റ് മാവുകളാണ്. ഫൈനലി നമ്മൾ കോട്ടേജിലെത്തി. ഇതാണ് നമ്മൾ കോട്ടേജ്. ഇതാണ് നമ്മളെ കോട്ടേജിൻ്റെ റൂം. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ റൂം ഒരു എക്കോ ഫ്രണ്ട്ലി റൂമാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കാണാം. ഇത് ഫർണിച്ചേഴ്സൊക്കെ എക്കോ ഫ്രണ്ട്ലി ഫർണിച്ചേഴ്സാണ്. ചെയർസ് എല്ലാം കെയിനാണ്. പിന്നെ ഇതാ ടീപ്പോയ്. ദിസ് ഈസ് ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് കെയിൻ. പിന്നെ വാൾ, ഇത് നമ്മൾ പരമ്പ് എന്ന് പറയും. ഈ മുളക് കൊണ്ടുണ്ടാക്കിയ പരമ്പില്ലേ, അതിൻ്റെ ഇതാണ് വാൾ കാണാൻ പറ്റുന്നത്. പെയിൻറ്റിങ്സ്, സീലിംഗ് ലൈറ്റ്, അതും കണ്ടു കഴിഞ്ഞാൽ നല്ല ആൻറ്റിക് ആയിട്ടുണ്ട്. ഇവിടെ
ഹാങ്ങിങ് ഡിസൈൻസ് ഉണ്ട്, ഫോക്ക് ഡിസൈൻസ് വാളിൽ. കയറി വരുന്ന സ്ഥലത്ത് നമുക്ക് കാണാം ഇത് ഈ മരം കൊണ്ടുണ്ടാക്കിയൊരു ഷൂ റാക്കാണ്. അത് കഴിഞ്ഞാൽ ഗ്രാനൈറ്റിൻ്റെ ഒരു പോട്ടുണ്ട് ഇവിടെ, അതിലൊരു ചെടിയുണ്ട്, അത്ര റെഡിയായി വരുന്നില്ല എന്ന് തോന്നുന്നു. എനിവേ ഇവിടെ ഒരു റോയൽ ചെയർ, കോട്ട് ക്യൂൻ സൈസ് കോട്ടാണ്, അതും വളരെ നന്നായിട്ടുണ്ട്. ഷെമ്മി നന്ദിയിരിക്കുന്ന ഈ ചെയറും കെയിനിൻ്റെ ചെയറാണ്. ഫ്ലോറിൻ്റെ സവിശേഷത എന്താന്ന് പറഞ്ഞാൽ ഇത് ഗ്രാനൈറ്റ് ആണ്, അൺപോളിഷ്ഡ് ഗ്രാനൈറ്റ്. സോ അതും എക്കോ ഫ്രണ്ട്ലി. പിന്നെ ഇവിടെ ഫ്ലാറ്റ് ടി വി ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ടി വി കണ്ടിരിക്കുന്നത്, കാരണം ഒരുപാട് ഔട്ട്ഡോർ ഗെയിംസും ഇൻഡോർ ഗെയിംസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അഡ്വഞ്ചർ സ്പോട്ട്, വാട്ടർ സ്പോർട്സ് മാത്രം അവൈലബിൾ അല്ല ബിക്കോസ് ഓഫ് കോവിഡ്. പിന്നെ ഇത് ചെറിയ ഒരു ചെറിയൊരു റെഫ്രിജറേറ്ററാണ്, മിനി റെഫ്രിജറേറ്റർ. കെറ്റിലുണ്ട്, കോഫി ഉണ്ടാക്കി രാവിലെ കഴിക്കാം. ഇത് ഹോട്ട് ടബാണ്. ഈ കോട്ടേജിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ഈ ഹോട്ട് ടബ്. നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് കോട്ടേജസ് ആർ അവൈലബിൾ ഹിയർ. ഒന്ന് ഹോട്ട് ടബാണ്. ദിസ് ഈസ് ദ ടോപ്പ് എൻഡ് മോഡൽ ഓഫ് ദി കോട്ടേജ് അവൈലബിൾ ഹിയർ. ഇതിൽ ടബാണ്, ഈ ഹോട്ട് ടബാണ് ഈ കോട്ടേജിൻ്റെ സ്പെഷ്യാലിറ്റി. ഹോട്ട് ടബിൽ ചൂടുവെള്ളം നിറച്ച് നമുക്ക് ഇവിടെ നമ്മൾ വെള്ളം, ചൂടുവെള്ളം വേണമെങ്കിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ വിളിച്ചാൽ മതി, അവർ വന്ന് നമുക്ക് വേണ്ട ഇതിലുള്ള ചൂടുവെള്ളം ഇതിൽ നിറച്ച് തരും. തൊട്ടടുത്തായിട്ട് നമുക്ക് നമ്മളെ വാഷ് ഏരിയ, വാഷ് ബേസിൻ. ഇവിടെ ഇതൊക്കെ കണ്ടില്ലേ, ഈ ഗ്ലാസിൻ്റെ ബോർഡറൊക്കെ നന്നായിട്ടുണ്ട്. ഇത് ലൈറ്റ്, നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് റൂഫിലുള്ള, അതും നന്നായിട്ടുണ്ട്. ഇത് വാഷ്റൂം. സോ കംപ്ലീറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു എക്കോ ഫ്രണ്ട്ലി മോഡലിലാണ് ഈ കോട്ടേജ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എല്ലാ കോട്ടേജസും ഇവിടെ എക്കോ ഫ്രണ്ട്ലി മോഡലിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കാറ്റഗറിയാണ് ഈ ഹോട്ട് ടബ്. രണ്ടാമത്തത് പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളുള്ള ഒരു കോട്ടേജ് ഉണ്ട്. ആ കോട്ടേജിന് ഇതിൻ്റെ അത്ര ചാർജസ് ഇല്ല, ബട്ട് നമ്മൾ കോവിഡ് ആയതുകൊണ്ട് വി പർപ്പസ്ഫുള്ളി അവോയ്ഡഡ് ദാറ്റ്. സോ വിൻഡോ തുറന്നു, ഇതുണ്ടോ, വിൻഡോ തുറന്നു പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തൊട്ടടുത്തന്നെ ഒരു മാവുണ്ട്, അതിൽ മാങ്ങയൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാം. ഓക്കെ, name of all the cottages are Mango's name. Alfonso, Ratnagiri. This is the place. Time is 2 o'clock now. What is this? Paneer. Chili paneer. This is chili chicken. We got these starters now. Soup, chili chicken, paneer chili. This is paneer chili. Very good. I have some salad as well. Which one you like, Ganga? I think the soup Not paneer. and paneer.
What about chicken? No. Why? Spicy. Water. How was the lunch? I loved it. We're done with the lunch. We'll go to cottage, take some rest. After some time, we will explore the outdoor games. I found this. ഇത് ബാക്ക് സൈഡിൽ കാണുന്നതാണ്. ഇതാണ് ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ആണ്. അതിമനോഹരമായിട്ടുണ്ട്. Okay, where's the keys? ഇപ്പോൾ പോയിട്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കാം. ഇങ്ങനെയും പോവാം. ഇവിടെ. You see that one there? Rock climbing, aquabar, grand pool, archery and shooting. That's my door. Going to register. അപ്പോൾ നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യണം ഏത് ആക്ടിവിറ്റീസാണ് വേണ്ടതെന്നുള്ള കൂപ്പൺ കൊടുത്തിട്ട്. ഒരു കൂപ്പണിന് ഒരു ആക്ടിവിറ്റി. സോ 21 ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നന്ദ സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്. നന്ദ യു ആർ ഡൺ. വാട്ട് ഈസ് ദിസ് ക്യാബിൻ? Camping also. Camping. Nice stay. Wow, few more steps so fastly. Wow, girl. Do it, Avi. Do it, bro. Bro. Yeah. Who's my bro for me? Yes, you did it. Boom! റഷ്യൻ ലാഡർ എന്ന് പറയും. ഇതൊന്ന് ട്രൈ ചെയ്യട്ടെ. Yes. This is really very tough. Somehow managed. So what is the name of this game? Zigzag. Remy, how is it? Just okay? Water roller. Okay, come Nanda. Okay Nanda? Okay. Alle hold ಮಾಡಕ್ಕೆ ಅಂತ ಇದೆಯಾ? See, you can hold somewhere, right? Stand. Run Nanda. Walk.
Walk. Ah, yes, yes. Yeah. Move forward. Move forward. Cactus. And the cocktail. I saw. Then we'll do something else. Shami, these are all the camping cabins. See? These are all the other cottages, Shami, other type of cottages. It's time for high tea. It does look 6 feet, so we don't feel like it's gonna. No diving 4 feet, it is marked. ഇതാണ് സ്വിമ്മിംഗ് പൂൾ ഇവിടുത്തെ. പക്ഷേ കോവിഡ് ആയതുകൊണ്ട് സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം വലിയൊരു ടാപ്പ്. സോ ശരിക്കും അവരത് ഓപ്പൺ ചെയ്യാറുണ്ട് സാധാരണ. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് വാട്ടർ ഗെയിമുകളൊന്നും ഫങ്ഷനിങ് അല്ല. Now we are going to Grand Pool. Bar, aqua bar. Is it open?
This is bar, aqua bar. Looks like not functioning. See, this is the big pool, swimming pool, but not functioning due to COVID. We are not allowed to use this swimming pool. Really miss, right? Yeah, really a great miss. പെട്ടെന്നോ See this? Very nice, right? Stone. When I was wearing that belt, I had to walk like this. Along with your torso. She was swinging. She reached the tree. വൈകുന്നേരം ഏകദേശം 5:30 ഇത് കണ്ടില്ലേ, അതിമനോഹരമായ സ്ഥലമാണ്. ഒരുപാട് ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ഗെയിംസും ടീം ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബാംഗ്ലൂരിലെ. ഡേ ഔട്ടിങ്ങിന് വേണമെങ്കിൽ അങ്ങനെയും വരാം. സ്റ്റേ ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ സ്റ്റേയും ചെയ്യാം, ആക്ടിവിറ്റീസൊക്കെ അവൈൽ ചെയ്യാം. അല്ലെങ്കിൽ മോർണിംഗ് വന്ന് വൈകുന്നേരം വരെ ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഡേ ഔട്ടിങ് അതും വേണമെങ്കിൽ ചെയ്യാം. I don't care. We are here. Amrapalli. And the bear. Daddy. The water seems so strong. We can't do it like this. It's like fishes biting me. I'm scared. Then Hey, big dodo. Is it fish? Then he dive down. I'm cleaning the bathroom with my time. So what you were talking about to swim? Yeah, but too bad. So let's go. നമ്മൾ ഡിന്നറിന് പോവാണ്. സമയം 7:45 സമയം.
9 മണിയാ? ഓ, സമയം 9 മണിയായി. ഡിന്നറിൻ്റെ സമയമായി. 10 മണി വരെ ഉണ്ട്. പോയി നോക്കാം. ചിക്കൻ ബിരിയാണി, വൈറ്റ് റൈസ്, രസം, റൈത്ത, ദാൽ, പറാട്ട. ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ കോട്ടേജിലേക്ക് തിരിച്ചു പോവാണ്. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. നാളത്തെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം, ശുഭരാത്രി.